നമ്മൾ കഴിഞ്ഞ സെഷനിൽ ബൂട്ട് സ്ട്രാപ്പിലെ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. റോയും കോളാക്കിയിട്ട് കൊടുക്കുന്നതും അതേപോലെ കോളത്തിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പോർഷൻ അലോക്കേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ നേരത്തെ ഏത് വിഡ്ത്തിനാണെങ്കിലും ഒരുപോലെയാണ് അല്ല. ഇപ്പം ഞാൻ ഈ കൊടുക്കുന്നത് കോളം 2 കോളം ഓട്ടോ, കോളം 2 കോളം അല്ല. ഇതിന് രണ്ടിനും വേറൊരു കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഞാനിവിടെ കോൾ 2 കൊടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു കോൾ 4 കൊടുക്കുകയാണ്. പിന്നെ ഇതിന് കണ്ടന്റിനനുസരിച്ചുള്ള വിഡ്ത്ത് മാത്രം കൊടുത്താൽ മതി. പിന്നെ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. അപ്പം 6 ബാക്കിയുള്ള പോർഷൻ കൊണ്ട് ബാക്കി എല്ലാവർക്കും കൂടെ കിട്ടുന്ന രീതിയിൽ അല്ലേ. ഇത് ഏത് വിഡ്ത്തിനാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. നമ്മളിപ്പം കൊടുത്തിട്ടുള്ളതനുസരിച്ച് ഞാൻ എക്സ്ട്രാ ലാർജ് ആണെങ്കിലും ഇനി അതിനെ കുറച്ച് ചെറുതാക്കിയിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും ആ സ്പേസിങ് ഏകദേശം ഒരുപോലെ തന്നെയാണ് വരിക അല്ലേ. അല്ലാതെ നമുക്ക് അതിനനുസരിച്ച് കണ്ടന്റിനനുസരിച്ചുള്ളത് ഞാൻ തൽക്കാലം റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഏത് വിഡ്ത്തിനാണെങ്കിലും ഇതുപോലെ തന്നെ വരിക. നമുക്ക് ഇവിടെ ഉള്ളത് 4, 2, 1 ഇങ്ങനെയുള്ളത്. അത് ഏത് വിഡ്ത്തിനാണെങ്കിലും ഏകദേശം ഈ ഒരു പാർട്ടീഷൻ, ഈ ഒരു പ്രൊപ്പോർഷൻ തന്നെയാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. എനിക്കിങ്ങനെയല്ല വേണ്ടത്. ചെറിയ വിഡ്ത്തിലുള്ള സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും, മീഡിയത്തിലോ അല്ലെങ്കിൽ ലാർജിലോ ആണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലൊക്കെ നമുക്ക് ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇത് ലോഗോക്ക് ഉള്ളതാണെന്ന് വിചാരിച്ചു. അപ്പം ഇതിന് ഞാൻ കോൾ ഓട്ടോ കൊടുത്തു. ഓക്കെ, ഇതിൽ നമ്മുടെ ലോഗോ കൊടുക്കാനുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കണ്ടന്റിനനുസരിച്ച് വിഡ്ത്ത് അലൈൻ ചെയ്താൽ മതി. പിന്നെ ഇത് നമ്മുടെ സെർച്ച് ബോക്സിന് വേണ്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാനിതിന് 4 കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇത് ഡിഫോൾട്ടായിട്ട് ഇതിന് 4 ആണ്. ഇനി എനിക്കൊരു പെർട്ടിക്കുലർ ഒരു ലാർജോ അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇതിനിപ്പോൾ ഒരു 6 ഞാൻ കൊടുക്കുകയാണ്. ലാർജോ അതിൻ്റെ മേലോട്ടോ ആണെങ്കിൽ എനിക്ക് അത്രയും പോർഷൻ ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു കോൾ LG ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 3 അതിൻ്റെ ഒരു പിന്നെ മൊത്തം എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 പോർഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ 25% ഉപയോഗിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഡീഫോൾട്ട് ഇത് അപ്ലൈ ചെയ്യും. ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ LG എന്ന് പറയുന്ന ബ്രേക്ക് പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടുള്ള ബ്രേക്ക് പോയിന്റ് എത്തുന്നുണ്ടെങ്കിൽ, LGയോ അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടുള്ള ബ്രേക്ക് പോയിന്റ് എത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനും കൂടെ അപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ ലാർജോ അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടോ ആണെങ്കിൽ നമുക്ക് ഈ 3 എന്ന് പറയുന്ന ഈ ഒരു പോർഷന് നമ്മൾ 3 എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളതിനെ വിഡ്ത്ത് ഒന്നുകൂടെ കുറച്ച് കൊണ്ടുവരികയാണ്. വിഡ്ത്ത് കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പം ചെറിയ വിഡ്ത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് ഈ 6 എന്ന് പറയുന്ന ഹാഫ് ശരിക്കും അതിന് കിട്ടി. ബാക്കി ഹാഫ് കൊണ്ടാണ് ബാക്കി രണ്ടാൾക്കും കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ശരിക്കും നല്ല രീതിയിൽ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഡിഫോൾട്ട് നമുക്കൊരു സ്പേസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഏതെങ്കിലും ബ്രേക്ക് പോയിന്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലെന്തെങ്കിലും റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് കോൾ എന്നിട്ട് ബ്രേക്ക് പോയിന്റ് ഏതാണോ SM, MD, LG, XL, XXL ഇത് നമുക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ബ്രേക്ക് പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതോ അതിൻ്റെ മേലോട്ടോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് പോർഷൻ കൊടുക്കേണ്ടത് അതും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിൽ കോളം ഗ്രിഡ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ബ്രേക്ക് പോയിന്റിന് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.